സർക്കാരിന്റെ തീരുമാനം നമുക്ക് സാറ്റിസ്ഫാക്ടറി ആവും എന്നാണ് വിചാരിക്കുന്നത്. സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൽപ്പറ്റ അടുത്തും മേപ്പാടി അടുത്തും ഒക്കെയാണ്. അതുകൊണ്ട് ആണ് കൊള്ളാവുന്നതാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. ഇവിടെ ഏറ്റവും മുഖ്യമായി നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഇതിന് വിധേയരായ ആളുകളുടെ താല്പര്യത്തിനാണ്. അപ്പോൾ അവർക്ക് ഏതാണ് ബെനിഫിറ്റ് നല്ല ബെനിഫിറ്റുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് സർക്കാരിനോട് ആ കാര്യത്തിൽ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ സഹകരിക്കുന്നതിനോട് വിരോധമില്ല. അത് ആദ്യം മുതൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ അത് ഈ പറഞ്ഞ ആളുകൾ ഞങ്ങളെ കയ്യിലുള്ള സ്ഥലമോ അല്ലെങ്കിൽ അതിനേക്കാൾ അവർക്ക് പ്രിഫറൻസ് ഉള്ള സ്ഥലം ഉണ്ടെന്നോ പറയുകയാണെങ്കിൽ, എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ അപ്പം അത് ആലോചിക്കും. ആദ്യം 15 ദിവസമായിരുന്നു, പിന്നെ 15 ദിവസം കൂടി ഞങ്ങൾ നീട്ടിയതാണ് അവരുടെ നിർബന്ധം കാരണം. ഞങ്ങൾ നിർബന്ധമായിട്ട് ക്ലോസ് ചെയ്തതാണ്. സംഭാവനയോടെ ഇന്നലെയൊക്കെ വളരെ പ്രഷറായിരുന്നു ഒന്ന് കിട്ടാൻ. ഇനി ചോദിക്കാം, അതിന് കുഴപ്പമില്ല. ഇത് ഇന്ന് പറയലേ അല്ല, എന്താണെന്നറിയോ, ഇത് ചോദിച്ചാൽ മതി. ഇത് തങ്ങള് തന്നെ പറയണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അപ്പൊ തങ്ങള് ഇന്ന് തിരൂരും മലപ്പുറം പരിപാടി ആയതുകൊണ്ട് അതുകൊണ്ട് അരമണിക്കൂർ ഡിലേ ആയത്. അപ്പോ തങ്ങൾ വന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, കുഴപ്പമില്ല. അത് വളരെ ഗുരുതരം തന്നെയാണ് ആരോപണം, യാതൊരു സംശയവുമില്ല. പിന്നെ അൻവർ പറഞ്ഞു എന്നുള്ളതിനേക്കാളേറെ അൻവർ എന്ത് പറയുന്നു എന്നുള്ളതാണ് വിഷയമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഭരണകക്ഷി MLA പറഞ്ഞു എന്നുള്ളതല്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അത് പാർട്ടിയും അതുപോലെ തന്നെ UDF-ഉം ചർച്ച ചെയ്യും. നാളെ UDF ഉണ്ട് തിരുവനന്തപുരത്ത്. ഭരണപക്ഷ MLA തന്നെ അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ സീരിയസ്നെസ് വളരെ കൂടുതലല്ലേ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കൃത്യമായി വിരൽ ചൂണ്ടുന്നു, ഓരോ കുറ്റങ്ങളും അക്കമിട്ട് നിരത്തുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തില് ഇല്ല, അത് ഞങ്ങൾ ആലോചിക്കും. നാളെ ഞങ്ങൾക്ക് UDF-ന്റെ യോഗം ഉണ്ടല്ലോ. UDF ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഇത് സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ അങ്ങേയറ്റം പിടിച്ച് ഒലക്കുന്ന വാചകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ്യതയെ പിടിച്ചുലക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗുരുതരമാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കും, ചർച്ച ചെയ്യും എന്ന് പറയാനുള്ള കാരണം. അതെ, അതാണ് സമിതി ചേർന്നോട്ടെ, ഞങ്ങൾ ആലോചിക്കുക. നാളെ UDF ചേർന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയും. DGPക്കെതിരെ പറഞ്ഞു, പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരെ തന്നെ പറഞ്ഞു. ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പറഞ്ഞ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട്. ജിഫ്രി കൊലക്കേസിൽ പിന്നെ അന്നത്തെ SP-യെ കുറിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ. ഇല്ലീഗലായിട്ട് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നതാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ ശരിവെക്കുന്ന സ്ഥിതിയായി. അത് ശരിവെക്കുന്നതാണ് വന്നിരിക്കുന്നത് ആ പോയ SP-യെ കുറിച്ച്. അത് മാത്രമല്ല, ഈ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സേന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ വാസ്തവത്തിൽ ഈ എയർപോർട്ടിന്റെ പുറത്ത് വെച്ച് പിടിക്കുന്നതിനെ കുറിച്ച് പല ആരോപണങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അമർഷമൊക്കെ അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ വേറൊരു കഥയായിട്ട് അൻവർ ഇന്നിപ്പോൾ അവതരിപ്പിച്ചല്ലോ. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിവിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ SP നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ഒരു സാധാരണ രീതി, ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങളന്ന് പറയുകയും അദ്ദേഹത്തിനെതിരെ പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തതിന്റെ കാരണം അതാണ്. അദ്ദേഹത്തെ പിന്നെ ജില്ലയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തി. മാറ്റുന്നവരെ അത് തുടരുകയും ചെയ്തു. അതിന്റെ കാരണം വെറുതെ കേസുണ്ടാക്കുക, അനാവശ്യമായി കേസുണ്ടാക്കുക,
എന്തൊക്കെയോ ചെയ്യായിരുന്നു. ഈ ജിപ്ലി കേസ് അല്ലാതെ ഏതെങ്കിലും ദുരനുഭവങ്ങൾ ലീഗിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ലേ? ഇതുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് പെറ്റി കേസ് പോലും വലിയ കേസാക്കും, കേസിന്റെ എണ്ണം കൂട്ടും ജില്ലയിൽ. എന്നിട്ട് മലപ്പുറം ജില്ലയെ ഒരു കേസിന്റെ സ്ഥലമാണെന്ന് ആക്കി തീർക്കാനുള്ള പരിപാടികൾ, ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റുള്ള ഞങ്ങൾ ആരോപണം ഉന്നയിച്ചായിരുന്നു. ജില്ല ഒരു ക്രൈം ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടികൾ. ഞങ്ങളന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നടത്തിയതാണ് ഈ വിഷയം. അവസാനം വലിയ പ്രക്ഷോഭം, നീണ്ട പ്രക്ഷോഭത്തിന്റെ ഫലമാണ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോയത്.